ടെലിഗ്രാമിലൂടെ തൊഴിൽ തട്ടിപ്പ് നടത്തിയ 21-കാരൻ പിടിയിൽ. കോഴിക്കോട് മുട്ടാഞ്ചേരി സ്വദേശി അബ്ദുൽ ഫത്താഹാണ് പിടിയിലായത്. പാർട്ട് ടൈം ജോലിക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച പരാതിക്കാരിയെ വ്യാജ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഏത് രീതിയിലായിരുന്നു ഇയാളുടെ തട്ടിപ്പ്? എങ്ങനെയാണ് ഇയാൾ പിടിയിലായത്? ദിവ്യ, ഈ ടെലഗ്രാമിലൂടെ ഈ തൊഴിലെന്ന് പറഞ്ഞ് പാർട്ട് ടൈം ജോലിക്കെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയത്. ഇതിൽ ആദ്യം പാർട്ട് ടൈം ജോലിക്കാണെന്ന് പറഞ്ഞ് ഈ പരാതിക്കാരിയായ ഡോക്ടറെ സമീപിച്ചു. അങ്ങനെ ആദ്യം 10,000 രൂപയാണ് ഈ ഡോക്ടർ ഈ പ്രതിക്ക് നൽകിയത്. അതിന് പിന്നാലെ ഡോക്ടർക്ക് 13,000 രൂപ തിരിച്ചു ലഭിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി പണം ഇയാൾ ഡോക്ടറുടെ പക്കൽ നിന്നും കൈക്കലാക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് തിരിച്ച് പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് 2023 ഈ ഡോക്ടർ പോലീസിന് പരാതി നൽകുന്നത്. കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. കുന്നമംഗലം സ്വദേശിയാണ്. മുട്ടാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന 21-കാരനാണ്. ഇയാൾ സമാന രീതിയിലുള്ള ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ നേരത്തെയും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. ആദ്യം ഈ പണം ലഭിച്ച പണം മുംബൈയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയത്. അവിടെ നിന്നും തിരിച്ച് ഇയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നതായി ഇയാളുടെ കുന്നമംഗലത്തുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിഫല തുക ലഭിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും 32 ലക്ഷം രൂപയാണ് ഈ പരാതിക്കാരിയായ ഡോക്ടറിൽ നിന്നും ഈ പ്രതി അബ്ദുൽ ഫത്താഹ് കൈക്കലാക്കിയത്. ഇതേ തുടർന്ന് പിന്നീട് ഈ നിക്ഷേപിച്ച തുക തിരിച്ചു ലഭിക്കുകയോ അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ഇവർ വിവിധ ടാസ്കുകൾ നൽകിക്കൊണ്ടാണ് ഈ ജോലി ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തതിനെ തുടർന്ന് പിന്നീട് പ്രതിഫലമൊന്നും തന്നെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ പരാതിക്കാരിയായ ഡോക്ടർ പോലീസിനെ സമീപിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ 21-കാരനായിട്ടുള്ള അബ്ദുൽ ഫത്താഹിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ടെലിഗ്രാം വഴി തൊഴിൽ തട്ടിപ്പ് നടത്തിയ കേസിലാണ് കോഴിക്കോട് സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.